iPhone യൂസേഴ്സിൻ്റെ ഹൈലൈറ്റ് പ്രോബ്ലങ്ങളിലൊന്നാണ് സ്വന്തം ഹെൽത്തിനേക്കാളും അവർ കൂടുതൽ കൺസേൺ ചെയ്യുന്നത് ഡിവൈസിൻ്റെ, അതായത് ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് ആയിരിക്കും. ബാറ്ററി ഹെൽത്തിനെ പറ്റിയും ചാർജിങ്ങിനെ പറ്റിയും വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം പോയി കാണാവുന്നതാണ്. എസ്പെഷ്യലി നിങ്ങൾ പുതിയ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബാറ്ററി റീപ്ലേസ്മെൻറ്റിനെ പറ്റിയാണ്. ഇതേ ടോപ്പിക്കിൽ മറ്റൊരു വീഡിയോ 2 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ അത് കുറച്ച് ഓൾഡായി അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് തോന്നിയത് കൊണ്ടാണ് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് നമ്മൾ അഡീഷണലി ചേർത്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോനെ 2-3 പോർഷനായിട്ടാണ് തിരിച്ചേക്കുന്നത്. ആദ്യത്തെ സെഷനിൽ നമ്മൾ എന്തിനാണ് ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. സോ ഐഫോണിൽ മാത്രമല്ല, ലോകത്ത് ഉപയോഗിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിലും വരുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഇതേ ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ് നമ്മുടെ വാഹനങ്ങളിലെ ഇലക്ട്രിക് വാഹനങ്ങളിൽ വരുന്ന ലിഥിയം അയോൺ ബാറ്ററി. എന്നാൽ ഈ ലിഥിയം അയോൺ ബാറ്ററിക്ക് ഏജിങ് പീരീഡ് ഉണ്ട്. അതായത് ഒരു ഫോണിലൊക്കെ ഉപയോഗിക്കുമ്പോൾ, എസ്പെഷ്യലി ഐഫോണിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു 2 to 3 years ആണ് അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത്. അതിനുള്ളിൽ അത് ഏജ് ആവും. ബാറ്ററി ഏജ് ആകുമ്പോഴാണ് നമ്മുടെ ഫോണിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറയുന്നത്. 2 അൺഎക്സ്പെക്റ്റഡ് ഷട്ട് ഡൗൺസ്, അതായത് നമ്മൾ ചുമ്മാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെവി പവർ ഡിവൈസിന് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഡിവൈസ് അങ്ങ് ഷട്ട് ഡൗൺ ആയി പോകും. ഈവൻ ഡിവൈസ് ഐഡിലിൽ ഇരിക്കുമ്പോൾ പോലും ഷട്ട് ഡൗൺ ആയി പോകാറുണ്ട്. സോ ഇതൊക്കെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്നത് നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഏജിങ്ങിനെയാണ്. സോ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് നിങ്ങളുടെ ഡിവൈസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഡിവൈസിൻ്റെ ബാറ്ററി റീപ്ലേസ് ആകാറായി. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ നമ്മുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ സെറ്റിംഗ്സിൽ ബാറ്ററിയുടെ ഓപ്ഷനിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബാറ്ററി ഹെൽത്ത്. ഈ ഒരു ഫീച്ചറാണ് ധാരാളം ആളുകളുടെ സമാധാനം കളയുന്ന ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. 2017 iOS 11.3 അപ്ഡേറ്റോടൊപ്പമാണ് ആപ്പിൾ ആദ്യമായിട്ട് ഈ ഒരു ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞ ഫീച്ചർ iOSൽ അല്ലെങ്കിൽ ഐഫോണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഐഫോണിൽ, ആപ്പിൾ വാച്ചിൽ, മാക്ബുക്കിൽ ഈ 3 ഡിവൈസുകളിലും നമുക്ക് ബാറ്ററി ഹെൽത്ത് ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് എന്താണ് അല്ലെങ്കിൽ ബാറ്ററിയുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാനായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള ബാറ്ററി ഹെൽത്തിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ത്രെഷോൾഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈസിൽ 80 to 75% അകത്താണ് നമ്മുടെ ബാറ്ററി ഹെൽത്ത് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. 75-ന് താഴത്തേക്ക് മസ്റ്റായിട്ടും നിങ്ങൾ പോകാതിരിക്കുക. അതിന് മുന്നേ നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോകാം. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 80% ആണ് ആപ്പിൾ പറഞ്ഞേക്കുന്ന ത്രെഷോൾഡ് എന്ന് പറയുന്നത്. സോ 80% ബാറ്ററി ഹെൽത്ത് ആണ് നിങ്ങളുടെ ഡിവൈസിനെങ്കിൽ ആപ്പിൾ റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ എല്ലാ ഡിവൈസുകളും നമുക്കൊരു 75% വരെ ഉള്ള ബാറ്ററി ഹെൽത്തിൽ നമുക്ക് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഗ്രാജുവലി നമ്മുടെ ബാറ്ററി ബാക്കപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി നിങ്ങൾ ഓൾഡർ ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ iPhone 8, 10, 10s, 11 പോലുള്ള ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ബാറ്ററി ഹെൽത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പീക്ക് പെർഫോമൻസ് കേപ്പബിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ബാറ്ററി ഏജിങ് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് കുറയുന്നതനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരും. അതിൽ നമുക്ക് അതിൻ്റെ താഴെ എഴുതിയേക്കുന്ന കാര്യങ്ങളിലും വ്യത്യാസം വരും. അൺഎക്സ്പെക്റ്റഡ് ഷട്ട് ഡൗൺ ഒക്കെ അവിടെയാണ് സംഭവിക്കുന്നത്. സോ ആ ഒരു പോയിന്റിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യമാണ് ഏത് ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്നുള്ളത്. ഇത് ഏത് ബാറ്ററി എന്നുള്ളൊരു കോൺടാക്സ്റ്റ് ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിലവിൽ ഐഫോൺ യൂസർ ആയിരിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയതായിട്ട് ഐഫോണിലേക്ക് യൂസ് ചെയ്ത് വരുന്നവർക്കും അറിയത്തില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബൂസ്റ്റഡ് ബാറ്ററി എന്നുള്ള ഈ ഒരു ടേം. ബൂസ്റ്റഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഐഫോൺ വാങ്ങുന്നവർ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് അവർ കമൻറ്റ് ബോക്സിലൊക്കെ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതായത് ഫോൺ വാങ്ങി ഒരാഴ്ചക്കുള്ളിൽ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു, പിന്നെ 100% ഉണ്ടായിരുന്നു, പെട്ടെന്ന് അത് 95 ആയി അല്ലെങ്കിൽ 90% ആയി, കുറച്ച് 2-3 ദിവസം യൂസേജിനുള്ളിൽ അത് 80%-ലേക്കൊക്കെ വന്നു എന്ന്. സോ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് അതിനകത്ത് മനസ്സിലായത് ബൂസ്റ്റഡ് ബാറ്ററി എന്ന് പറയുന്ന ഈ ഒരു ടേം. ബൂസ്റ്റഡ് ബാറ്ററി എന്ന് പറയുന്ന ഈ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം വെളിയിൽ നിന്ന് വാങ്ങുമ്പോൾ, യൂസ്ഡ് ഐഫോൺസ് വാങ്ങുമ്പോൾ, എസ്പെഷ്യലി വെളിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് വെളിയിൽ നിന്ന്, ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ധാരാളം മോഡൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിവൈസുകളൊക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ തന്നെ നിങ്ങൾ യൂസ്ഡ് ഐഫോൺസ് വാങ്ങുമ്പം ബാറ്ററി ഹെൽത്ത് 100%, എസ്പെഷ്യലി നമ്മളുടെ iPhone 10, 8 അല്ലെങ്കിൽ 10s, 11, 12 പോലുള്ള ഡിവൈസുകൾ സ്റ്റിൽ നമുക്കൊരു 100% ബാറ്ററി ഹെൽത്ത് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ മനസ്സിലാക്കണം
രണ്ട് സിനേറിയോസ് ആണുള്ളത്. ഒന്നെങ്കിൽ അവർ ആ ബാറ്ററി ഒറിജിനലായിട്ട് റീപ്ലേസ് ചെയ്തയക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബൂസ്റ്റഡ് ബാറ്ററി അയക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പം ബാറ്ററി റീപ്ലേസിൻ്റെ കാര്യത്തിലേക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് വരാം. ഇനിയിപ്പം ഒറിജിനൽ ബാറ്ററിയാണ് അവർ റീപ്ലേസ് ചെയ്തേക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളിലും സെറ്റിങ്സിൽ എബോട്ട് ഐഫോൺ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെനുവിൻ പാർട്ട് എന്ന് പറയുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ കാണാൻ സാധിക്കും. അതിൽ താഴെ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി സെറ്റിങ്സിൽ ഇങ്ങനെ ഒരു ഓപ്ഷനെ കാണിക്കുന്നില്ല, എന്നാൽ ഈ പറഞ്ഞ ഡിവൈസുകളുടെ എല്ലാം ബാറ്ററി ഹെൽത്ത് 100% കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരർത്ഥമുണ്ട്, അത് ബൂസ്റ്റഡ് ബാറ്ററിയാണ്. ബൂസ്റ്റഡ് ബാറ്ററി എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ബാറ്ററി ഇതാണ് നമ്മുടെ ഐഫോണിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബാറ്ററി, ഇത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബാറ്ററി. അങ്ങനെ എൽ ഷേപ്പിലിരിക്കുന്ന അതേപോലെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബാറ്ററീസ് നമ്മുടെ ഐഫോണിൽ അവൈലബിൾ ആണ്. ഇതിൽ ബൂസ്റ്റഡ് ബാറ്ററി എന്ന് പറയുന്നത് ഫോണിൽ വരുന്ന ബിൽട്ടിനായിട്ട് വരുന്ന ഡിഫോൾട്ട് ബാറ്ററി, അതായത് ഒറിജിനൽ ആപ്പിളിൻ്റെ ബാറ്ററി, അത് ഡിസ്കണക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററിനെ മറ്റൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ആ ഡിവൈസിൽ കണക്ട് ചെയ്ത് കഴിയുമ്പം ഈ താഴത്തെ സ്ട്രിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കത്തില്ലായിരിക്കും, പക്ഷേ ഈ താഴെ ഒരു സ്ട്രിപ്പ് ഉണ്ട്, അതാണ് ഇതിൻ്റെ കൺട്രോളർ അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ച മൊഡ്യൂള്. ഈ മൊഡ്യൂള് മറ്റൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ചിലപ്പോൾ ഈ ബാറ്ററിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വല്ലോ 70%ഓ 60% കാണത്തുള്ളൂ, എന്നാൽ സോഫ്റ്റ്വെയറിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് 100% ആക്കാം. തിരിച്ച് ഇതേപോലെ തന്നെ ഡിവൈസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെൽത്ത് നമ്മൾ ബാറ്ററി ഹെൽത്തിൻ്റെ ഓപ്ഷനിൽ നോക്കുമ്പോൾ 100% കാണിക്കത്തുള്ളൂ. യാതൊരു സംശയവും വരത്തില്ല. നമ്മൾ സെറ്റിങ്സിൽ പോയി ഇത് ചെക്ക് ചെയ്താൽ പോലും നമുക്ക് അറിയാനും സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ഇത് അറിയാൻ സാധിക്കുന്നത്. ബൂസ്റ്റഡ് ബാറ്ററി കൂടാതെ നമുക്ക് പിന്നെ അഡീഷണലി വരുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്ന ബാറ്ററീസാണ് ഫുൾ സെല്ലും ഹാഫ് സെൽ ബാറ്ററീസ്. ഫുൾ സെൽ ഹാഫ് സെൽ ബാറ്ററീസ് എന്ന് പറയുന്നത് ഒറിജിനൽ ബാറ്ററി അല്ല, അതായത് ആപ്പിളിൻ്റെ സീലുള്ള ബാറ്ററീസ് അല്ല, എന്നാൽ ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ബാറ്ററീസിൻ്റെ കപ്പാസിറ്റി തന്നെ കൂടുതലായിരിക്കും. അതായത് ഇപ്പം ചില ഐഫോണിൽ 3500 അല്ലെങ്കിൽ 4000 ബാറ്ററി mAh ആണ് വരുന്നതെങ്കിൽ അതിനേക്കാൾ കപ്പാസിറ്റി കൂടിയ ബാറ്ററീസ് ആയിരിക്കും ഈ വരുന്നത്. സോ അങ്ങനെ കപ്പാസിറ്റി കൂടിയ ബാറ്ററീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ബാറ്ററീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഐഫോൺ 10s വരെയുള്ള ഡിവൈസുകളിൽ ബാറ്ററി ഹെൽത്ത് കാണിക്കും, ഡിപ്പെൻഡിങ് ഓൺ ആ യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ച്. സോഫ്റ്റ്വെയർ പരമായിട്ട് ആപ്പിൾ കൊടുത്തിരിക്കുന്ന ഈ റെസ്ട്രിക്ഷൻ, അതായത് നമുക്ക് അൺനോൺ പാർട്ട് ഡിക്റ്റഡ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും കാണിക്കുന്നത്. അതായത് ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ബാറ്ററി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൺനോൺ പാർട്ടായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസിലി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒറിജിനൽ ബാറ്ററി ആണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഫേക്ക് ബാറ്ററീസ് ആണോ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം. ആൻഡ് ഫൈനലി, ഹൗ ടു റീപ്ലേസ് ബാറ്ററി. ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ഒറിജിനൽ ബാറ്ററി, നിങ്ങളുടെ ഫോണിൽ ഒറിജിനൽ ബാറ്ററി നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സമീപിക്കേണ്ടത് ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സിനെയാണ്. ഇവിടെ ഇന്ത്യയിൽ നമുക്കറിയാം ആപ്പിളിന് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് ആപ്പിളിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് ഒന്നുമില്ല. ബാക്കി നമ്മൾ ഈ കാണുന്ന F1 അല്ലെങ്കിൽ iCare അങ്ങനെയുള്ള കാണുന്ന എല്ലാ ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സാണ്. ആപ്പിളിൻ്റെ തേർഡ് പാർട്ടി, ആപ്പിളിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്ന തേർഡ് പാർട്ടി ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സിൽ കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒറിജിനൽ ബാറ്ററി ലഭിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു ഒറിജിനൽ ബാറ്ററി റീപ്ലേസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ബാറ്ററി എന്നല്ല, നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന മിക്ക കാര്യങ്ങൾക്കും ഓരോ സീരിയൽ നമ്പേഴ്സ് ഉണ്ട്. ഡിസ്പ്ലേക്കായിക്കോട്ടെ, ബാറ്ററിക്ക് ആയിക്കോട്ടെ, അതുപോലെ ക്യാമറയ്ക്ക് ആയിക്കോട്ടെ, ഇതിനെല്ലാം സീരിയൽ നമ്പേഴ്സ് ഉണ്ട്. ഈ സീരിയൽ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡേറ്റ, അതായത് നമ്മൾ ബാറ്ററി തിരിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പം ബാറ്ററി ഹെൽത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒറിജിനൽ സർവീസ് സെൻറ്റേഴ്സിൽ കൊടുത്ത് ഒറിജിനൽ ബാറ്ററി മാറിയാലേ ഉള്ളൂ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഡേറ്റ ലഭിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ബാറ്ററി റീപ്ലേസ്മെൻറ്റിന് വേണ്ടി നമ്മൾ സർവീസ് സെൻറ്റേഴ്സിൽ നമ്മളെ ഡിവൈസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ ഡിവൈസിൻ്റെ കൂടത്തിൽ വരുന്ന അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്ന ആ ബാറ്ററി നമുക്ക് തിരിച്ചു തരത്തില്ല, അവരത് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിലൊരു സീരിയൽ നമ്പർ അത് നമ്മളുടെ ആപ്പിളിൻ്റെ സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന പുതിയ റീപ്ലേസ്മെൻറ്റ് ബാറ്ററി, ഒറിജിനൽ ബാറ്ററി, അതിനൊരു സീരിയൽ നമ്പർ വേണം. പിന്നീട് ആ പുതിയ ബാറ്ററിയുടെ സീരിയൽ നമ്പർ ആയിരിക്കും സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും നമുക്ക് ആ ബാറ്ററി ഹെൽത്തും അതിനെ തുടർന്നുള്ള ബാക്കി എല്ലാ ഡേറ്റാസും സിങ്കപ്പ് ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം വെളിയിലും ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ സാധിക്കും, ധാരാളം നല്ല സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ അവിടെ കൊടുക്കുന്ന ബാറ്ററീസ് ഒന്നും ഒറിജിനൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഇതേ ഓതറൈസേഷൻ ഉള്ള അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒറിജിനൽ ബാറ്ററീസ് അല്ല അവിടെ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സീരിയൽ നമ്പർ സിങ്കപ്പ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല. അതിൻ്റെ ആക്ച്വൽ വേയിൽ അത് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള പ്രൈസിലേക്ക് വരുമ്പോൾ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസുകൾ അനുസരിച്ചായിരിക്കും ബാറ്ററിയുടെ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം iCareൻ്റെ സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ് ബാറ്ററിയുടെ പ്രൈസ്. ഇത് iCareൻ്റെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്രൈസും ഇൻഫർമേഷൻസുമാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഡിപ്പെൻഡിങ് ഓൺ ചില സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പം ഇതിൻ്റെ പ്രൈസിങ്ങിൽ വ്യത്യാസങ്ങളുണ്ടാകാം. അതോടൊപ്പം മറ്റ് തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സിൽ നമുക്ക് പോകുമ്പോൾ ഒറിജിനൽ ബാറ്ററി അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലും ചീപ്പായിട്ടുള്ള രീതിയിൽ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതോടൊപ്പം ഇതിൽ കൂടി ചേർക്കുന്ന മറ്റൊരു മെയിൻ പോയിന്റാണ് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ സർവീസ് സെൻറ്റേഴ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. തീർച്ചയായിട്ടും എല്ലാ സർവീസ് സെൻറ്റേഴ്സിലും ഇതിന് ഈ ബാറ്ററിയുടെ സ്റ്റോക്ക് കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല.
അങ്ങനെ വരുമ്പം ചില സർവീസ് സെൻറ്റേഴ്സ് പറയും ഫോൺ ഇവിടെ സബ്മിറ്റ് ചെയ്യണം, സബ്മിറ്റ് ചെയ്തിട്ട് ബാറ്ററി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 1 വീക്ക് എടുക്കും, അല്ലെങ്കിൽ 3-4 ദിവസം എടുക്കും. ബാറ്ററി വന്നു കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ തിരിച്ചറിയിക്കാം എന്ന് പറയും. അവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് ഈ സബ്മിറ്റ് ചെയ്യാതെ ആ ഒരു സബ്മിഷൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, കാരണം നമുക്ക് ഒറ്റ ഫോണേ ഉള്ളെങ്കിൽ നമ്മൾ ഈ ഫോൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പെയർ ഫോണോ കാര്യങ്ങളോ ഒന്നും ലഭിക്കത്തില്ല. സോ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ഓർഡർ സർവീസ് സെൻറ്റേഴ്സിൽ കൊടുക്കാം. അതിനുശേഷം ബാറ്ററി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടൈം അലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം തന്നെ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്ത് വാങ്ങാനും തിരികെ വാങ്ങി യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. സർവീസ് സെൻറ്റേഴ്സിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഡിവൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്രെയിമിന് ചുറ്റിനും അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് താഴെയുള്ള ആ ഒരു ഹീറ്റ് സിവ് ഉണ്ട്. ആ ഹീറ്റ് സിവ് അവരെടുത്ത് കളഞ്ഞിട്ടാണ് അത് വീണ്ടും നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇത് തിരിച്ചു വെക്കുമ്പോൾ സർവീസ് സെൻറ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഹീറ്റ് സിവ് അവർ തിരിച്ച് വെച്ച് തരും. എന്നാൽ തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സിൽ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, അവരത് ഹീറ്റ് സിവ് കൃത്യമായിട്ട് സീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഇത് സീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ തന്നെ നമുക്ക് നഷ്ടപ്പെടും. പിന്നീട് എപ്പോഴെങ്കിലും വെള്ളത്തിൽ മുക്കുകയോ അല്ലെങ്കിൽ മഴ നനയുകയോ ചെയ്താൽ ഡിവൈസ് തന്നെ അടിച്ചു പോകും. അതോടൊപ്പം വാറൻറ്റി ഉള്ള ഡിവൈസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തേർഡ് പാർട്ടി സർവീസ് സെൻറ്ററിൽ പോയാൽ ആപ്പിളിൻ്റെ ഓത്തറൈസ് സർവീസ് സെൻറ്ററിൽ മാത്രം പോയി ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. നമ്മളുടെ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ്ലി ഇത് റൂൺ ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആപ്പിളിൻ്റെ ഓത്തറൈസ് സർവീസ് സെൻറ്റേഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാറ്ററി റീപ്ലേസ്മെൻറ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.